ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു കേക്ക് മേടിക്കാൻ പോയാലോ? ബാ. അപ്പോൾ തുമ്പിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞാനും ആര്യയും കൂടിയാണ് കേട്ടോ കേക്ക് മേടിക്കാൻ പോകുന്നത്. ഞങ്ങളിങ്ങനെ ഷാർജയിലെ തെരുവോരങ്ങളിൽ കൂടെ അലഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ATM പോകണം, ക്യാഷ് എടുക്കണം, എന്നിട്ട് തിരിച്ച് വന്നിട്ട് പാർട്ടി ടോപ്പേഴ്സൊക്കെ മേടിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് മേടിക്കാൻ പോകുന്നത്. അപ്പം ഞാനും ആര്യനും കൂടെ ഇങ്ങനെ ഷാർജയിൽ സൈഡിലൊക്കെ ഓരോ ബിൽഡിങ്ങിൻ്റെ താഴെയും ഇതേപോലെ കടകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കി ഞാനും ആര്യയും കൂട്ടി ഇങ്ങനെ രാത്രി നടക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 8 മണിയായിട്ടുണ്ടാവും. ഇവിടുത്തെ 8 മണിയെന്ന് പറയുമ്പോൾ നാട്ടിലെ 9:30. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ATMൻ്റെ അവിടെ എത്തി കേട്ടോ. ATMൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ, പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ 4-5 കൗണ്ടേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാഷ് എടുക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ പിൻ നമ്പേഴ്സൊക്കെ അഴിച്ച് നെക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആരെയും കൂട്ടും പറഞ്ഞു, അമ്മേ ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. എന്താ എടുത്തോളാൻ പറഞ്ഞിട്ട് അപ്പോൾ കാർഡും ക്യാഷും എടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ കാർഡ് എടുത്തു, ക്യാഷും വന്നു 100 ദിർഹംസ് എടുത്തു കേട്ടോ. എന്നുവെച്ചാൽ ഇവിടുന്ന് നേരെ ഞങ്ങൾ ടോപ്പേഴ്സ് മേടിക്കാൻ പോകണം. അപ്പോൾ ഈ ചായക്കട ഞങ്ങൾക്ക് എപ്പോഴും ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ചായ കുടിക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു ചായക്കടയാണ് ഇത്. നാട്ടിൽ നിന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് എല്ലാ ദിവസവും ഈവനിങ്ങിൽ ചായ കുടിക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു കടയാണിത്. അപ്പോൾ നമ്മൾ പാർട്ടി ടോപ്പേഴ്സൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ എത്തിയിട്ടുണ്ട്. ഞാനൊരു പിങ്ക് തീമിലുള്ളൊരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കണ്ടിട്ട് ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതേപോലെ നമ്മളൊരു 3 ഇയേഴ്സിൻ്റെ ക്യാൻഡിൽ നോക്കുകയാണ് കേട്ടോ. അവസാനം നമ്മൾ ആ ഒരു പിങ്ക് തീമിലെ പാർട്ടി ടോപ്പറും ഒരു 3 ഇയേഴ്സിൻ്റെ ക്യാൻഡിലും നമ്മൾ സെലക്ട് ചെയ്തു, പൈസയും കൊടുത്തു, നമ്മൾ സാധനവും മേടിച്ചു, അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ആരും കൂട്ടിനൊരു കാർഡ് വേണമെന്ന് പറഞ്ഞു, ഒരു പോക്കിമോൻ്റെ കാർഡ് മേടിച്ചു കൊടുത്തു. ഞങ്ങൾ അടുത്തത് പോകുന്നത് കേക്ക് മേടിക്കാനാണ്. ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു ഡെയിലി ബ്രെഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി കടയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ. ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട് പേസ്ട്രീസ് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഡെയിലി ബ്രെഡ്സിൽ വന്നു. അവിടുന്ന് ഞങ്ങൾ കേക്ക് മേടിക്കാനായിട്ട് കയറുവാണേ. അപ്പോൾ ഞങ്ങൾ 4-5 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു 1/2 kg കേക്ക് മതിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളൊരു 1/2 kg വാൻജോ കേക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് വാൻജോ. അങ്ങനെ ഞങ്ങൾ വാൻജോ കേക്ക് ഓർഡർ കൊടുത്തു. എഴുതാൻ കൊണ്ടുപോയിട്ടുണ്ട് അവർ. അപ്പോൾ തുമ്പിയുടെ ഒരു നോർമൽ ഹാപ്പി ബർത്ത്ഡേ തുമ്പി എന്നല്ലാതെ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് തോന്നി. അങ്ങനെ അപ്പോൾ വന്നത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കേക്കൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ കേക്കും മേടിച്ചു. അവിടെ നേരെ ഇറങ്ങി കേട്ടോ. കുഴപ്പമില്ല. ആരും കൂട്ടിന് എന്തോ ചോദിച്ചു, ഞാൻ മേടിച്ചു കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പരിഭവം ആളുടെ മുഖത്തുണ്ട്. കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത് ഡെയിലി ബ്രെഡ്സ് ഉള്ളത്. ഞങ്ങൾ ലിഫ്റ്റ് കയറാൻ വേണ്ടി വരികയാണ്. ലിഫ്റ്റ് കയറാനായിട്ട് ആളെ കാണുന്നില്ല. ആര്യൻകുട്ടൻ എന്നെക്കാളും മുൻപേ കയറിയെന്ന് തോന്നുന്നു കേട്ടോ. അതെ, എന്നെക്കാളും മുന്നേ കയറിയ ആൾ. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് പുറത്ത്. ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. സെപ്റ്റംബർ 23 കൂടി ഇതൊക്കെ തീരുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തിയപ്പോൾ ഉഞ്ചേട്ടൻ ഇവിടെ തലക്കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പരുവത്തിനൊക്കെ എത്തിയെന്ന് പറയുന്നു. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ തലക്കറിയും വെച്ചു. മേടിച്ച ശരി ഞങ്ങൾ ഗ്രില്ല് ചെയ്തു. നമ്മുടെ ഇതിൽ തന്നെ നമുക്ക് ഓവൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഗ്രില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ സെറ്റായിട്ട് വെച്ചേക്കണം കേട്ടോ. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഡെക്കറേഷനാണ്. ഇത് ഞാൻ തന്നെയാണ് ചെയ്തത്. നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടേ. ഇതാണ് കേക്ക്. 3 years ഓഫ് തുമ്പി. അഡ്വഞ്ചറസം എന്ന് വേണം പറയാനായിട്ട്. 3 വർഷം പോയതേ അറിഞ്ഞില്ല. കുറച്ചൊരു 4-5 പേരടങ്ങുന്ന ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു സെലിബ്രേഷൻ. അങ്ങനെ ബർത്ത്ഡേ ഗേളിനെ കാണിച്ചിട്ട് ഇപ്പോൾ ശരി, ബായ്.